ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ സക്സസ് എന്നുള്ള പോമിനെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോം, എന്താണ് മീനിങ്, എന്താണ് സമ്മറി, എന്താണ് അപ്രീസിയേഷനിൽ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണുകയും കൂടെ ചെയ്യുക കേട്ടോ. യെസ് മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം എത്തിക്കഴിഞ്ഞു. എക്സാമിന് വേണ്ടി തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടികൾ എല്ലാവരും എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ പഠിക്കാൻ. ഈ ഫുൾ മാർക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും, നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അടിപൊളിയായിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രാഷ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്ന റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവുകൾ ഉണ്ടായിരിക്കും, വർക്ക് ഷീറ്റ്സും മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ December 26 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ആൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആൽഫ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ടായിരിക്കും. ഈ ഒരു ബാച്ചിലേക്ക് ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത വർഷം നിങ്ങൾ SSLCയിലെ കുട്ടികളാവാൻ പോവാണ്. അപ്പോൾ SSLCക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് ഉറപ്പിച്ച് വെക്കാൻ പറ്റും. നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചിലോട്ട് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രാഷ് കോഴ്സ് 9th ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള എല്ലാ മക്കളും വേഗം തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും ഫീയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ മക്കളെ. യെസ്, നമ്മുടെ സക്സസ് എന്നുള്ള പോമിലോട്ട് നമുക്ക് കടന്നു വരാം. സക്സസ് എന്നുള്ള പോമിന്റെ സമ്മറിയാണ് മിസ് പറഞ്ഞിരുന്നത്. സിമ്പിൾ പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞിരുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ പോം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കുക, അതിനുശേഷം ഈ ഒരു ക്ലാസ് കാണാനായിട്ടിരിക്കാം. യെസ്, നമുക്ക് നോക്കാം. Humans do not have wings to fly, but we have feet to climb slowly. Okay, നമുക്ക് wings ഇല്ല, so that we cannot fly, right? നമുക്ക് പറക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? നമുക്ക് do not have wings. നമുക്ക് wings ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറക്കാൻ കഴിയില്ല. But we have legs. നമുക്ക് legs ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can climb slowly. നമുക്ക് പതുക്കെ കയറാനായിട്ട് പറ്റും അല്ലേ, നടക്കാൻ പറ്റും. നമുക്ക് പറക്കാനായിട്ട് ചിറകില്ല, ശരിയാണ്, പക്ഷെ നടക്കാൻ കാലുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സക്സസ് ഈസ് അച്ചീവ്ഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നോട്ട് ഇൻസ്റ്റന്റ്ലി അല്ലേ. സക്സസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അച്ചീവ് ചെയ്യേണ്ടത്, ഇൻസ്റ്റന്റ്ലി നമുക്ക് കിട്ടുന്ന കാര്യമല്ല. ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ലൈക്ക് പിരമിഡ്സ് ഓർ മൗണ്ടെയിൻസ് മേ ലുക്ക് ഹാർഡ് ബട്ട് ദേ ക്യാൻ ബി ക്ലൈംബ്ഡ് ഗ്രാജുവലി അല്ലേ. ഈ പിരമിഡ്സും മൗണ്ടെയിൻസ് ഒക്കെ എന്താണ്? പിരമിഡ്സിന് ദൂരെ നിന്ന് കാണുമ്പോൾ വലിയൊരു ഷേപ്പാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു വലിയൊരു സംഭവമായിട്ട് കാണും. പക്ഷെ അടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ സ്റ്റെയർസ് ഉള്ള അല്ലെ, കുറേ പടികളുള്ള ഒരു രൂപമാണ് പിരമിഡ്സ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗ്രാജുവലി നമുക്ക് എന്താണ്, പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നിയാലും അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഗ്രാജുവലി കയറാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ദ പാത്സ് ടു സക്സസ് ബിക്കംസ് ക്ലിയർ ആസ് വി റൈസ് ഹയർ. നമ്മൾ കുറച്ചും കൂടെ മേലേക്ക് ഉയരുമ്പോൾ നമുക്ക് മനസ്സിലാവും സക്സസിലോട്ടുള്ള പാത്ത് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് വരും. ഗ്രേറ്റ് മെൻ റീച്ച് ഹൈറ്റ്സ് because they work hard while others sleep. എന്താ പറയുന്നത്? ഗ്രേറ്റ് ആയിട്ട് ആളുകൾ അല്ലേ, നമ്മുടെ ചുറ്റിലും കാണുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്? അവർ വർക്ക് ചെയ്തിട്ടുള്ള കാരണമുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെയാണ് അവർക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സക്സസ് കംസ് ഫ്രം പെർസെവറൻസ്, എഫേർട്ട് ആൻഡ് പേഷ്യൻസ്, നോട്ട് സഡൻ ലക്ക്. സക്സസ് എന്ന് പറഞ്ഞ ഒരു സഡൻ ലക്ക് അല്ല, പകരം എന്താണ്? പെർസെവറൻസ് എന്ന് വെച്ചാൽ സ്ഥിരോത്സാഹം, സ്ഥിരമായിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തവർക്ക് അല്ലെങ്കിൽ എഫേർട്ട് ഇടുന്ന ആൾക്കാർക്ക്, പേഷ്യൻസ് ഉള്ള ആൾക്കാർ, പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താണ്? ക്ഷമയുള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത് എന്നാണ് നമ്മുടെ ഫോമിൽ പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അപ്രീസിയേഷൻ നോക്കാം. അപ്രീസിയേഷൻ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ ടൈറ്റിലൊക്കെ കൊടുത്തു, എന്താണ് പോം എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ വി ഷുഡ് മെൻഷൻ ദ പോയറ്റ്സ് നെയിം. ഓക്കെ, നമ്മൾ പോയറ്റിൻ്റെ നെയിം ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ തീം ഓഫ് ദ പോം മസ്റ്റ് ബി റിട്ടൺ. ഓക്കെ, തീം എന്തായാലും എഴുതിയിരിക്കണം. സെക്കൻഡ് പാരഗ്രാഫ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസ് ആയിട്ട് പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പോം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ സമ്മറിയാണ് നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിലോട്ട് എഴുതേണ്ടത്. ദെൻ തേർഡ് പാരഗ്രാഫ് വന്നിട്ട് നിങ്ങൾ എഴുതേണ്ടത് പോയറ്റിക് ഡിവൈസസ് ആണ്. പോയറ്റിക് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എന്ത് കാര്യത്തിനും സുന്ദരിയായിട്ടാണ് അല്ലെങ്കിൽ നല്ല ഭംഗിയിലാണ് പ്രസൻറ്റ് ചെയ്യുക അല്ലേ. പോയറ്റ് പോമിനെ നല്ല ഭംഗിയാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, മെറ്റഫർ, പേഴ്സണിഫിക്കേഷൻ, ഇതൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് എഴുതേണ്ട സ്ഥലമാണ്. നമ്മുടെ അതിൻ്റെ റൈം സ്കീം എഴുതാം, അതുപോലെ സ്ട്രക്ചർ എഴുതാം,
ടോൺ എഴുതാം. ഓക്കെ, ചില പോംസ് എന്താ ഒരു മോട്ടിവേഷണൽ ടോൺ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു പോം എന്ന് പറയുന്നത് മോട്ടിവേഷണൽ ടോൺ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ടോൺ എഴുതാൻ പറ്റും. അവസാനത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതിൻ്റെ റെലവൻസ് ആണ്. ഇന്നത്തെ കാലത്ത് എത്രത്തോളം റെലവൻറ്റ് ആണ് ഈ ഒരു പോം, അല്ലെങ്കിൽ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അപ്രീസിയേഷൻ നോട്ട് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അപ്രീസിയേഷൻ നോക്കാം. ദ പോം സക്സസ് ബൈ ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ ടോക്സ് അബൌട്ട് ഹൗ റിയൽ സക്സസ് ഈസ് അച്ചീവ്ഡ് സ്ലോലി ത്രൂ ഹാർഡ് വർക്ക് ആൻഡ് സ്റ്റഡി എഫേർട്ട്. ഓക്കെ, ഒരു ഹാർഡ് വർക്കിലൂടെയും അതുപോലെ തന്നെ സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്, ഒരേ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരേ ഡെപ്തിൽ തന്നെ പോകുന്ന എഫേർട്സ്. അപ്പോൾ ആ ഒരു എഫേർട്ടിലൂടെയും എങ്ങനെയാണ് നമുക്ക് സക്സസ് പതുക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു പോമിൽ പറയുന്നത്. ദ പോയറ്റ് സീസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് കൻ നോട്ട് ഫ്ലൈ ലൈക്ക് ബേർഡ്സ് ബട്ട് വി കൻ ക്ലൈംബ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടു റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ് ഇൻ ലൈഫ്. നമുക്ക് കിളികളെ പോലെ ബേർഡ്സിനെ പോലെ പറക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ വി ക്യാൻ ക്ലൈംബ്, നമുക്ക് കയറാനായിട്ട് പറ്റും. സോ ദാറ്റ് എന്താണ് പറയുന്നത്, നമുക്ക് എല്ലാ ഹൈറ്റ്സും കീഴടക്കാനായിട്ട് സാധിക്കും. ദിസ് മീൻസ് സക്സസ് ഡസ് നോട്ട് ഹാപ്പൻ സഡൻലി. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, സക്സസ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ടേക്സ് ടൈം. അത് ടൈം എടുക്കും, പേഷ്യൻസ് വേണം, ക്ഷമ വേണം, ആൻഡ് പെർസെവറൻസ് വേണം. പെർസെവറൻസ് എന്ന് വെച്ചാൽ സ്ഥിരോത്സാഹം, ഇതും കൂടെ വേണം എന്നുള്ള കാര്യമാണ്. ദ പോയിന്റ് യൂസസ് ബ്യൂട്ടിഫുൾ ഇമേജസ് സച്ച് ആസ് ക്ലൗഡി സമ്മിറ്റ്സ്, pyramids and mountains to show that big achievements may look difficult at first, but when we go closer we find that they can be reached by climbing gigantic flights of stairs. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലൗഡി സമ്മിറ്റ്സ്, അതുപോലെ പിരമിഡ്സ്, ഇതൊക്കെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ മൗണ്ടെയിൻസ്, ഇതൊക്കെ കാണുമ്പോൾ എന്താ ബിഗ് അച്ചീവ്മെൻറ്റ്സ്. ഈ ഒരു ബിഗ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ദൂരം നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുക. പക്ഷേ നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ when we go closer then we find that ഇതൊക്കെ എന്താണ്, ഈ പിരമിഡ്സ് എന്ന് പറയുന്നത് ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ് ആണ്. സ്റ്റെയർസിൻ്റെ കൂട്ടത്തിനാണ് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. പടികളുടെ ഒരു കൂട്ടമാണ് പിരമിഡ്സ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ദിസ് ഹെൽപ്സ് us understand the challenges become easier when we face them with a determination. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും, ഡിറ്റർമിനേഷൻ വഴി നമുക്ക് ഇതിനെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും എന്താണ് ഈസിലി അച്ചീവബിൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ദ പോം ഹാസ് എ റെഗുലർ റൈം സ്കീം ABAB വിച്ച് ഗിവ്സ് ഇറ്റ് എ സ്മൂത്ത് ആൻഡ് റിതമിക് ഫ്ലോ. ഓക്കെ, ഈ ഒരു പോമിന് ഒരു റെഗുലർ റൈം സ്കീം ഉണ്ട് ABAB എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള റിതമിക് ഫ്ലോ തരുന്നുണ്ട്. ദ ലാംഗ്വേജ് ഇസ് സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദ കമ്പാരിസൺ ഓഫ് ലൈഫ്സ് ഗോൾസ് ടു മൗണ്ടെയിൻസ് ആൻഡ് പിരമിഡ്സ് മേക്സ് ദ മെസ്സേജ് വെരി ക്ലിയർ. ഓക്കെ, നമ്മുടെ ലൈഫിൻ്റെ ഗോൾസിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്, മൗണ്ടെയിൻസും അതുപോലെ തന്നെ പിരമിഡ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ദ പോയറ്റ് ഓൾസോ യൂസസ് മെറ്റഫേഴ്സ് ലൈക്ക് ക്ലൗഡി സമ്മിറ്റ്സ് ടു റെപ്രസെൻറ്റ് അവർ ഡ്രീംസ് ആൻഡ് ഹൈ ഗോൾസ്. ഇവിടെ പറയുന്ന ക്ലൗഡി സമ്മിറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഡ്രീംസിനെയും ഗോൾസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മെറ്റഫർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ദ മെയിൻ മെസ്സേജ് ഓഫ് ദ പോം ഇസ് ദാറ്റ് ഗ്രേറ്റ് പീപ്പിൾ സക്സീഡ് ബിക്കോസ് ദി വർക്ക് when others rest. അപ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണ്, ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകൾ ഗ്രേറ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ്, മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, അവർ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നു, അതുകൊണ്ടാണ് അവർ ഗ്രേറ്റ് ആയിട്ട് മാറിയത്. ദാറ്റ് സക്സസ് ഈസ് ദ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് എഫേർട്ട്, ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ. അവരുടെ ആ ഒരു സക്സസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുള്ള എഫേർട്ടിൻ്റെയും ഡെഡിക്കേഷൻ്റെയും ഡിസിപ്ലിൻ്റെയും റിസൾട്ടാണ്, ഫലമാണ്. ഓവറോൾ ദ പോം ഇൻസ്പയർസ് us to work hard, stay focused and never give up because success comes little by little through steady progress. ഓക്കെ, എന്താ പറഞ്ഞത്, പോം മൊത്തത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം സക്സസ് എന്ന് പറയുന്നത് പതുക്കെ വരുന്നതാണ് ത്രൂ സ്റ്റഡി പ്രോഗ്രസ്. സ്റ്റഡി പ്രോഗ്രസ്സിലൂടെയാണ് അത് വരിക. ഒറ്റ ഇതിനെന്താണ് ലീപ്പ് ചെയ്തിട്ടൊന്നും നമുക്ക് സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പോം അവസാനിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സക്സസ് എന്നുള്ള പോം. അതിൻ്റെ സമ്മറിയാണ് മിസ് നോക്കിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അപ്രീസിയേഷൻ നോട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗം തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റും. ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ മറക്കണ്ട, താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.